ലോക ചരിത്രത്തിൽ ഈദി അമീൻ, ഇപ്പം തന്നെ ഇറാനിലെ ഒരു 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 ഭരണാധികാരിയുടെ ഇസ്രായേൽ കൊന്നു എന്നൊക്കെ പറഞ്ഞ് വിവാദമുണ്ടല്ലോ. ഇങ്ങനെയുള്ളവരൊക്കെ പരിശുദ്ധരിലും ഏകാധിപതികളാണ്. ഇവരുടെ അന്ത്യം വളരെ മോശം. ഇവരെ പോലെ തന്നെയാണോ വെള്ളാപ്പള്ളി നടേശൻ? തീർച്ചയായിട്ടും ഈദി അമീൻ്റെ അവസ്ഥ വരും. വെള്ളാപ്പള്ളിയും കുടുംബവും കേരളത്തിൽ താമസിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ട്. അല്ല എഴുതി വെക്കും. കാരുണ്യം മാത്രം നൽകുന്ന ഒരാളാണ് ഇപ്പം. ആ ഗുരുവിനെയാണ് നടേശൻ സാർ 30-30 വർഷം കൊണ്ട് ഈ പരുവത്തിലാക്കി തന്നത്. ഇത് ഗുരുശാപമാണ്. ഗുരുവിനെ വിറ്റതിനുള്ള ശിക്ഷയാണ്. തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഈഴവ സമുദായത്തിൽ നിന്ന് വളർന്നു വന്ന ആരോടെങ്കിലും പുള്ളിക്ക് ശത്രുതയില്ലാതെ? VM സുധീരനായാലും VS അച്യുതാനന്ദനായാലും M ലിജു ആയാലും എവിടെ ഈഴവനുണ്ടോ അവനെ പുള്ളി തോക്കും, നശിക്കും. ഞാൻ ചെന്ന് ചോദിച്ചു, അതിനെ ജനറൽ സെക്രട്ടറി അങ്ങനെ ചെയ്ത് ചോദിച്ചു. അവൻ ഒരുപാട് ചെയ്ത് വിളിച്ചു, തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ എന്നെ വിളിച്ചു, തായും പൂവും വിളിച്ചു. വെള്ളാപ്പള്ളി നടേശൻ സാറിന് വല്ല ശനിദശയാണോ എന്ന് നോക്കണം. കണ്ടേശന് കൊണ്ടേ പോകുന്നു. ഈ അയ്യപ്പ സംഗമത്തിന് ഇപ്പോൾ അവിടെ പോയി കൂട്ടുകൂടി പിണറായി സാറിൻ്റെ വണ്ടിയിലും കയറി ഇതെല്ലാം തുടങ്ങി അന്ന് തുടങ്ങി പ്രശ്നങ്ങൾ. SNDP യോഗത്തിൽ ആരെന്ത് എങ്ങനെ ചെയ്യണം നിശ്ചയിക്കുന്ന ഗുരുവാണ്. നമ്മുടെ മറ്റാർക്കും ഇത് നടേശൻ്റെ ഒരു കാലഘട്ടം ഇത്രമാത്രം ജനങ്ങളെ പീഡിപ്പിച്ചു കട്ടെടുത്തും ഒരു കാലം. ഇനി ഒരു പുതിയ യുഗം പിറന്നു. യോഗം ശുദ്ധീകരിക്കപ്പെടട്ടെ, ധർമ്മം സംരക്ഷിക്കപ്പെടട്ടെ, നീതി നടപ്പിലാകട്ടെ. ഇത് കണക്കിനെ കുറിച്ച് ചോദിച്ചു. ഇപ്പം എനിക്ക് 10-30 വർഷത്തെ SNDP യോഗ പ്രവർത്തനത്തിൽ വെള്ളാപ്പള്ളി സാർ SNDP യോഗത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ 82 മുതൽ യൂത്ത് മൂവ്മെൻറ്റുകാരായിട്ട് നടന്നവരാണ്. സൈക്കിൾ റാലി നടത്തിയും ശ്രീനാരായണ ധർമ്മം നെഞ്ചിലേറ്റി നടന്നവരാണ്. എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ്, അമ്മാവനാണ് ബ്രഹ്മാനന്ദ സ്വാമികൾ. മനസ്സിലായി? ശിവഗിരി മഠാധിപതിയായിരുന്ന ബ്രഹ്മാനന്ദ സ്വാമികളുടെ പെങ്ങളുടെ മകനാണ് ഞാൻ. ഇനി ശിവഗിരി മഠാധിപതിയായിരുന്നതും ഗുരുദേവനെ റിക്ഷയിലിരുത്തി വലിച്ചിനോടുന്നതും മാധവാനന്ദ സ്വാമികളുണ്ട്. അത് എൻ്റെ അച്ഛൻ്റെ ഫസ്റ്റ് കസിനാണ് മാധവാനന്ദ സ്വാമി. അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും ഈ ആശ്രമവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറുതേ മുതൽ നമ്മൾ വന്നവരാണ്. ഇനി പക്ഷേ പരിശോധിച്ചാൽ വെള്ളാപ്പള്ളി സാറിന് മെമ്പർഷിപ്പ് എടുത്തത് അദ്ദേഹം ഈ ജനറൽ സെക്രട്ടറി ആകാൻ വേണ്ടിയിട്ടാണെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മളൊക്കെ ഇതിനെ ഇത്രമാത്രം നെഞ്ചിലേറ്റി ജീവിക്കുന്നവരാണ്. നമ്മളങ്ങനെയാണ്, നമ്മുടെയൊക്കെ ജീവിതം തന്നെ അതാണ്. ഗുരുസ്വാമിയോടുള്ള ഭക്തി. ഞാൻ പറഞ്ഞില്ല, ഗുരുവിൻ്റെ ക്ഷേത്രം പണിയണം. ആ ക്ഷേത്രം സമർപ്പിക്കുമ്പോൾ ഇത് കണ്ടിട്ട് ജനങ്ങൾ അവിടെ ഡ്യൂട്ടി പോലീസുകാർ, അപ്പോൾ ഈ വിഗ്രഹം ഇങ്ങനെ ലോറിയ രഥത്തെ വന്ന് ഇങ്ങനെ എൻ്റെ മാതാനം ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് കയറുമ്പം മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ പിടിച്ചിട്ട് പൊങ്ങുന്നില്ല. 10-250 കിലോ ഉണ്ട് ഈ വിഗ്രഹം. ഞങ്ങളെല്ലാവരും കൂടി ഞാനും ഉൾപ്പെടെ കയറി, ഈ വണ്ടി കയറി. അപ്പോൾ അവിടെ ഡ്യൂട്ടിയിൽ നിന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അയാളും ഹി ബിലോങ്സ് ടു ദിസ് കമ്മ്യൂണിറ്റി ആൻഡ് ഈസ് എ ഡിവോട്ടി ഓഫ് ഗുരു. ഈ പുള്ളിയോട് കൂടി ഇത് പിടിച്ച് താഴെ ഇങ്ങനെ വിഗ്രഹം ഇറങ്ങി കഴിയും പുള്ളി ഈ നെഞ്ചത്തൊരടിയാണ് ഈ പോലീസുകാരൻ. ഞാൻ നിങ്ങളെ ഇന്ന് പോലെ അച്ഛാന്ന് വിളിക്കുന്നു. കാരണം അതിൻ്റെ വൈകാരികത ഞാൻ പറഞ്ഞു മനസ്സിലായോ. അപ്പം നമ്മൾ അത്രമാത്രം ഹൃദയത്തിൽ തട്ടിയാണ് ഗുരുവിനെ കണ്ടത്. ഞാൻ കണ്ടത് അങ്ങനെയാണ്. അപ്പം ഞാനും എൻ്റെ ഭരണസമിതി നടത്തിയ വിഗ്രഹപ്രതിഷ്ഠ ഗുരുദേവ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് വെള്ളാപ്പള്ളി നടേശൻ സർക്കുലർ അയച്ച് ഇനി മുതൽ പരമാവധി പഞ്ചലോക വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കണം, മന്ദിരങ്ങൾ പണിയത്, ക്ഷേത്രങ്ങൾ പണിയണം. അല്ല, അദ്ദേഹത്തിൻ്റെ സർക്കുലർ കയ്യിലുള്ള ഏതെങ്കിലും ശാഖാ യൂണിയൻ ഭാരവാഹികൾ എടുത്ത് നോക്കിക്കോ. മാന്നാനത്ത് ഞാൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ ചെയ്തതിന് ശേഷം 6-7-8 വർഷം കഴിഞ്ഞിട്ടാണ് നാഗമ്പടൻ ക്ഷേത്രത്തിൽ ഗുരുദേവൻ സന്നിധാനം ചെയ്യും തീർത്ഥാടനാനുമതി നൽകുകയും ചെയ്ത നാഗമ്പടൻ ക്ഷേത്രത്തിൽ യൂണിയൻകാർക്ക് ഒരു പഞ്ചലോക വിഗ്രഹം വെക്കാൻ പറ്റിയത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ഈ സമയത്തോടകം ചെയ്തു തീർത്തു. പാലായി വന്നെങ്കിൽ പാലായി യൂണിയൻ സെക്രട്ടറി ആയെങ്കിൽ അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ലാത്ത സ്ഥലത്ത് സ്ഥാപനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ പേരിൽ 5 ഏക്കർ സ്ഥലം മേടിക്കുന്നു. അതിനു മുമ്പ് SNDP യൂണിയൻ ഇതുണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് 19 ഏക്കർ 65 അത് 23 ഏക്കറാണ് സ്ഥലം അളവിൽ. അതിന് ഏർപ്പാട് ചെയ്യുന്നു. അതിൽ 5 ഏക്കർ ട്രസ്റ്റിൻ്റെ പേരിൽ ബാക്കി സ്ഥലം മുഴുവൻ യൂണിയന് വേണ്ടി സമ്പാദിച്ച ആളാണ്. കേരള സർക്കാരിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാരും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മാണിസാറും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ 25 ഏക്കർ ഭൂമി സർക്കാർ സൗജന്യമായിട്ട് പതിച്ചു വാങ്ങിയൊരു അപേക്ഷകനും അതിനുവേണ്ടി ശ്രമിച്ച ആളാണ്. അതിൽ 10 ഏക്കർ സ്ഥലം യോഗത്തിന് വിട്ടുകൊടുത്തതാണ്. അത് വെള്ളാപ്പള്ളി സാർ തന്ത്രപൂർവ്വം അത് ട്രസ്റ്റിൻ്റെ പേരിലാക്കിയെടുത്തു. ഞാൻ ചെന്ന് ചോദിച്ചു, അതിനെ ജനറൽ സെക്രട്ടറി അങ്ങനെ ചെയ്ത് ചോദിച്ചു. അയാളുടെ ഒരുപാട് ചീത്ത വിളിച്ചു, തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ എന്നെ വിളിച്ചു, തായും പൂവും വിളിച്ചു എന്നെ. ഞാനൊരു വക്കീലല്ലേ, എന്നെ അങ്ങനെ വിളിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? അത്രയും നിന്ദ്യമായ നീചമായ മനസ്സിൻ്റെ ഉടമയാണ്. ഇപ്പം നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പം അദ്ദേഹത്തെ കാലെ പിടിക്കണം. തമിഴ്നാടാണോ? ഞാൻ ആക്ഷേപിക്കുകയല്ല. അപ്പോൾ എല്ലാവരും കാലെ ഇങ്ങനെ പോയി തൊഴുതു ഇങ്ങനെ നിൽക്കും. ഞാൻ ഇങ്ങനെ തൊഴുതിട്ട് കൈ പുറകെ കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ അഹങ്കാരിയാണെന്ന് എന്നോട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിനക്ക് വളയാൻ അറിയത്തില്ല, വളഞ്ഞു നിൽക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ട നേതാവ് R ശങ്കറിനെ പോലുള്ള ആളുകളാണ്. ഞാൻ പഠിച്ച നേതാവ് TK മാധവനാണ്. എൻ്റെ ജീവിതം മുഴുവൻ TK മാധവനിൽ ആകർഷണമായ ഒരു ജീവിതമായിരിക്കുള്ളത് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് എന്താണ് അടുത്ത തലമുറയ്ക്ക് പഠിക്കാനുള്ളത്? എന്ത് പഠിക്കാനുണ്ട്?
ഒന്നും പഠിക്കാനില്ല. ഞാൻ പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ഒരിക്കലും ഞാൻ ഈ ആക്ഷേപിക്കാൻ, കാരണം അദ്ദേഹം തീർന്ന ഒരു കത്തിത്തീർന്ന ഒരു മെഴുകുതിരിയാണ്. അതൊരു പാസ്റ്റായി മാറും. കാരണം ഞാൻ കൂടെ നിന്ന് പറയും മഹേഷ് യഥാർത്ഥത്തിൽ കോടികളുടെ അഴിമതി തന്നെയാണോ അവിടെ ഉറപ്പ്. നടന്നത്? യോഗത്തിൻ്റെ വാർഷികം നടക്കുന്നു. എങ്ങനെയാണ് യോഗ വാർഷിക ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഒരു 14,000 പേരിരിക്കുമ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ സുദീർഘമായ ഒരു പ്രസംഗമുണ്ട്. മുഴുവൻ ജാതിയും വർഗീയതയും പറഞ്ഞ് മറ്റുള്ളവരെ ഭത്സിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈഴവ സമുദായത്തിൽ നിന്ന് വളർന്നു വന്ന ആരോടെങ്കിലും പുള്ളിക്ക് ശത്രുതയില്ലാതുണ്ടോ? VM സുധീരനായാലും VS അച്യുതാനന്ദനായാലും M ലിജു ആയാലും എവിടെ ഈഴവനുണ്ടോ അവനെ പുള്ളി തോപ്പിക്കും, നശിപ്പിക്കും. 96-ൽ 36 MLA കേരളത്തിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ UDF-നകത്തുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം പണിയെടുത്തത് ഒന്നാക്കി ചുരുക്കി. എന്നിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയം പറയുന്നത്. അദ്ദേഹം ഇവിടെ രാഷ്ട്രീയ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നായാടി മുതൽ നമ്പൂതിരി വരെ സംഘടിപ്പിച്ച് എന്നെപ്പോലുള്ള ആളുകൾ രംഗത്തിറക്കി. എന്തുമാത്രം ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടു, ഞങ്ങളുടെയൊക്കെ ചോരയും നീരും എന്തോരം പറ്റിയിട്ടുണ്ട്, എത്ര നാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സമത്വ മുന്നേറ്റ യാത്ര, അതിനു മുമ്പ് കേരളത്തിലുള്ള മുഴുവൻ യൂണിയനുകളിലും പ്രവർത്തയോഗം നടത്തി. ആ എല്ലാ പ്രവർത്തയോഗങ്ങളിലും പ്രസംഗിച്ച ആളാണ് ഞാൻ. വി ആർ ഗോയിങ് ടു കൺട്രോൾ ദി സ്റ്റേറ്റ്, വി ആർ ഗോയിങ് ടു റൂൾ ദി സ്റ്റേറ്റ്. ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ്. സോ വി വാണ്ട് എ പൊളിറ്റിക്കൽ പവർ. അതിനുശേഷമാണ് സമത്വ മുന്നേറ്റ യാത്ര പ്ലാൻ ചെയ്യുന്നത്. കേരളത്തിലുള്ള മുഴുവൻ SNDP യൂണിയൻ ഭാരവാഹികളും ഒറ്റക്കെട്ടായി 4 പേരാണ് എതിർത്ത് വോട്ട് ചെയ്തത്. ബാക്കി മുഴുവൻ പേരും ഒറ്റക്കെട്ടായി വെള്ളാപ്പള്ളി നടേശന് ഫുൾ മാൻഡേറ്റ് ബ്ലാങ്ക് ചെക്ക് കൊടുത്തതാണ് എന്ത് വേണിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ സമത്വ മുന്നേറ്റ യാത്ര അങ്ങ് ശംഖുമുഖം കടപ്പുറത്തെത്തുമ്പോൾ 10-13 ലക്ഷം ജനങ്ങളുണ്ടായിരുന്നു. ഓരോ ശാഖായത്തിൽ നിന്നും ഓരോ കുടുംബ യൂണിറ്റിൽ നിന്ന് പോലും അല്ലെങ്കിൽ ഓരോ യൂണിയനിൽ നിന്നും ആയിരക്കണക്കിന് വാഹനങ്ങൾ പിടിച്ച് പണം ചെലവഴിച്ചാണ് ഈ ആളുകളിൽ അവിടെ വന്നത്. വെള്ളാപ്പള്ളി സാർ കൊടുത്ത പൈസയല്ല, പാവപ്പെട്ട സമുദായാംഗങ്ങൾ വികാരഭരിതരായി കൊടുത്ത പണം കൊണ്ട് വണ്ടിയും വിളിച്ച് അവിടെ വന്നു. 10-13 ലക്ഷം പേരെ നിർത്തി. അദ്ദേഹമാണ് ജയ് ബി ഡി ജെ എസ് എന്നൊക്കെ പറഞ്ഞു. ആ പാർട്ടിയിൽ നിന്ന് എവിടെയാണ്? BJP ലയിച്ചു. BJP ലയിച്ചെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോഴും അവർ 4-5 പേര് BD പോലെ നടപ്പുണ്ട്. പകരം 4-5 പേര്. ഇന്നലെ ആയിട്ട് 12 ആൾ വലിച്ചു പറയാം. പേരുമേട്ടിൽ അവിടെയാണ്ട് ഇവിടെ ഇന്നലെ ഇവിടെ നരേന്ദ്രമോദി വന്നപ്പം അതിൽ യൂത്ത് മൂവ്മെൻറ്റുകാരുടെ അടുത്തൊരു കൊടിയായിട്ട് വന്നു പറഞ്ഞു. SNDP യൂത്ത് മൂവ്മെൻറ്റുകാരന് തുഷാർജി പറഞ്ഞിട്ടാണ് വരുന്നു പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരുടെ ധാരണ ഇത് അവരുടെ സ്വകാര്യ സ്വത്താന്നുള്ള ധാരണയാണ്. BDJS ഇന്ന് ശരിയാവണ്ണം പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ BDJS ഒരു നിർണായക ശക്തിയായിട്ട് കേരളത്തിൽ മാറി. തീർച്ചയായിട്ടും. കാരണം എനിക്കറിയാം, കോട്ടയം ജില്ലയിലുള്ള ഓരോ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത ആൾ ഞാനാണ്. കാരണം ജില്ലാ പ്രസിഡന്റ് ചുമതല എനിക്കായിരുന്നു ആദ്യം. സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് കേരളം മുഴുവൻ ഉണ്ടായിരുന്നു BDJS. അന്ന് എന്തായിരുന്നു സാറേ, ഇന്ന് ആരുണ്ടിത്? അപ്പോൾ ഇവിടുത്തെ ഈഴവ സമുദായ അംഗങ്ങളോടും പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നോക്ക വിഭാഗക്കാരോടും വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത് ക്രൂരതയാണ്. ഇദ്ദേഹത്തിന് ഇന്ന് വന്ന ഈ ഒരു റിപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ കോടതി വിധി കൊണ്ട് പിണറായി വിജയൻ സഖാവിന് എന്തെങ്കിലും അടി ഉണ്ടായിട്ടുണ്ടോ? അത് പിണറായി വിജയൻ സഖാവ് അതിനകത്ത് കോടതി വിധിക്കകത്തൊന്നും പിണറായി വിജയൻ സഖാവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പിണറായി വിജയൻ കാറിൽ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിനെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് ആണല്ലോ, അത് തർക്കമില്ലല്ലോ. അത് പിണറായി വിജയൻ്റെ കറുത്ത കാറിൽ കയറിയത് അന്ന് തുടങ്ങിയല്ലോ ഈ പ്രശ്നങ്ങൾ. അയ്യപ്പ സംഗമത്തിൻ്റെ ഇഷ്യൂ ഇതെല്ലാം പൊതുസമൂഹം പഴയതല്ലല്ലോ സാർ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനകത്തെല്ലാം അന്നും തുടങ്ങിയ. പിന്നെ അയ്യപ്പൻ ഒരു മഹാശക്തനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം ഈ വേറെ ആൾ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ സാറിന് വല്ല ശനിദശയാണോ എന്ന് നോക്കണം, കണ്ടേശന് കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്. ഈ അയ്യപ്പ സംഗമത്തിന് ഇപ്പോൾ അവിടെ പോയി കൂട്ടുകൂടി പിണറായി സാറിൻ്റെ വണ്ടിയിലും കയറി ഇതെല്ലാം അന്ന് തുടങ്ങി പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ പത്മഭൂഷൺ വിവാദം, സർവത്ര വിവാദവും അതിനുശേഷമാണ്. പിണറായി സാറിനാണെങ്കിലും കഷ്ടകാലം തുടങ്ങി. ഇപ്പോൾ കാറെ കയറിയ ആളിപ്പോൾ ഇറങ്ങി. ഇപ്പോൾ കാറെ ഇരിക്കുന്ന ആളെന്ന് ഇറങ്ങും എന്നുള്ളതാണ് ഒരു സംശയത്തിലേക്ക് വരുന്നത്. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, നടേശൻ സാറിനെ കൂടെ കൂട്ടിയത് പിണറായി സാറിന് അത്ര ഗുണം ഉണ്ടാവത്തില്ല. കാരണം പിണറായി തിരിച്ചടിയാവും. വെള്ളാപ്പള്ളി സാർ ഒരു വോട്ട് ബാങ്ക് അല്ല, പണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന 2010 മുമ്പൊക്കെ. 2010 വെള്ളാപ്പള്ളി സാർ ശരിയാവണ്ണം നിലയ്ക്ക് നേരെ നിന്നിരുന്നെങ്കിൽ ഒരു 10 സീറ്റ് ഈഴവർക്ക് UDF കൊടുത്തത് എനിക്കറിയാം. കാരണം ഞാൻ മാണി സാറിൻ്റെ തട്ടകത്തിലും PC ജോർജ് തട്ടകത്തിലും സംഘടനാ പ്രവർത്തനം നടത്തിയ ആളാണ്. ഞാൻ അന്ന് 2010 ഇലക്ഷൻ വരുന്നതിന് മുന്നം പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. ആ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാനൊരു സർക്കുലർ അയച്ചായിരുന്നു എല്ലാ ശാഖാ സെക്രട്ടറിമാർക്കും. പ്രാദേശികമായ വിജയസാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി കൂട്ടുചേർന്ന് നമ്മുടെ ആളുകൾ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കണം. ഇന്ന രാഷ്ട്രീയ പാർട്ടി ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ മീനച്ചി താലൂക്കിൽ ഞാൻ കണക്ക് പരിശോധിച്ചപ്പോൾ 3 പഞ്ചായത്ത് മെമ്പർമാർ എല്ലാ പാർട്ടിക്കകത്തുള്ളത് ഈഴവ സമുദായത്തിൽ.
അതൊരു ഒറ്റപ്പെടുത്തലാണ്, അല്ലെങ്കിൽ അവഗണനയാണെന്ന് എനിക്ക് ബോധ്യം. അപ്പോൾ സർക്കുലർ അയച്ചു. ആ സർക്കുലർ പുറത്തു പോയി, അത് വിവാദമായി. എൻ്റെ പേര് ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കാൻ പറഞ്ഞു. എന്നെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ മീനച്ചി താലൂക്ക് തഹസിൽദാർ മോഹനം പിള്ളയുടെ മുമ്പിൽ എന്നെ കൊണ്ടിരുത്തി. അപ്പോൾ എന്നോട് ചോദിച്ചു, സന്തോഷ് കുമാർ നിങ്ങൾ അയച്ചതാണ് സാർ? ഞാൻ പറഞ്ഞു, ഞാൻ അയച്ചതാണ്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ലെങ്കിൽ എഴുതി തരണമെന്ന് പറഞ്ഞു. എഴുതി തരാൻ ഞാൻ ലെറ്റർ പാഡ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് വക്കീലാഫീസിൽ പോയി ഒരു ഭരണഘടന എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഭരണഘടന എടുക്കണമെങ്കിൽ ഒരു സഹായം സാർ ചെയ്തു തരുന്നു. അപ്പോൾ പ്രോസിക്യൂട്ടറുണ്ട്, പാലാ DYSP ഉണ്ട് ഈ സിറ്റിങ്ങിന്. എൻ്റെ കൂടെ എൻ്റെ യൂണിയൻ്റെ ആൾക്കാരെല്ലാവരും ഉണ്ട്. പെട്ടെന്ന് തന്നെ പ്രോസിക്യൂട്ടർ വിട്ട് ഭരണഘടന കൊണ്ടുവന്നു. അപ്പോൾ ഭരണഘടന ഞാൻ മറിച്ചിട്ട് ഞാനത് വായിച്ചു. സാറേ, ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനയുടെ 243 D6 അനുച്ഛേദത്തിൽ എഴുതി വച്ചിരിക്കുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം കൊടുക്കും. ആ നിയമം കേരളത്തിൽ പല സ്റ്റേറ്റുകളിൽ നടപ്പിലാക്കിയിരുന്നെങ്കിൽ മീനച്ചിൽ താലൂക്കിൽ ആലം ബ്ലോക്ക്, മീനച്ചിൽ പാലാ മുനിസിപ്പാലിറ്റി, മീനച്ചിൽ പഞ്ചായത്ത്, അങ്ങനെ ഒരു 10 പഞ്ചായത്തിൻ്റെ പേര് ഇവിടെ ഒരാൾ പോലും ഇല്ല. ഒരു വിശ്വകർമ്മനില്ല, ഒരു ഈഴവനില്ല, ഒരു പിന്നോക്കക്കാരനുമില്ല. പിന്നെ SC/ST സംവരണം ഉള്ളതുകൊണ്ട് ഒരു സീറ്റ് കിട്ടും. ശരിയാണ് ഞാൻ പറഞ്ഞത്. അധികാരം എല്ലാവർക്കും വേണം, വേണ്ടേ? ഇത് വിവാദമായി. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എഴുതി ഇങ്ങനെ, ഞാൻ ഭാരതത്തിലെ പൗരന്മാർ തമ്മിൽ ജാതിപരമായ, മതപരമായ, വർഗപരമായ വിദ്വേഷം ഉണ്ടാകണമെന്നോ എന്തെങ്കിലും റൈറ്റ്സ് വിപ്ലവം ഉണ്ടാക്കണമെന്ന് ഞാൻ സ്വപ്നേവി വിചാരിച്ചിട്ടില്ല. ഭരണഘടനയുടെ ഈ അനുച്ഛേദത്തിൽ ഇങ്ങനെ അനുശാസിച്ചിട്ടുള്ളത് നടപ്പിലാക്കാത്തതിലുള്ള ദുഃഖം ഞാൻ രേഖപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകതയില്ല. ഇതങ്ങ് വിഷയമായി. എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പെട്ടെന്ന്. ഇതിനകത്ത് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ അതിൻ്റെ മോഹനപിള്ള എന്നോട് വലിയ അടുപ്പ്, വലിയ സ്നേഹം എന്നെ പുലർത്തി വരുന്ന ഒരാളാണ്. ആ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ 65 പേരെ ജയിപ്പിച്ചു മീനച്ചിൽ താലൂക്ക്. മാണി സാറൊക്കെ പുറകെ കടന്ന് സീറ്റ്. എൻ്റെ വനിതാ സംഘം പ്രസിഡന്റ് അംബിക സുകുമാരനെ ബ്ലോക്കിൽ നിർത്തി മത്സരിപ്പിച്ച് ഒഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആക്കിയാണ്. അങ്ങനെ ഒരുപാട് പേരെ. കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഒരു മൈക്രോ സംഘത്തിലെ ഒരു പെണ്ണിനെ, അങ്ങനെ ഒരുപാട് പേര് പലയിടത്തും നമ്മൾ ആളുകൾക്കുണ്ട്. ബാങ്കിൽ ഡയറക്ടർ ബോർഡുകൾ ഉണ്ടാക്കി, ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് പലരെ ആക്കി. എവിടെ അധികാരം വീതം വെക്കുമ്പോഴും SNDP യൂണിയനെ അല്ലെങ്കിൽ ഈഴവ സമുദായത്തെ അവഗണിക്കാത്ത തരത്തിൽ മീനച്ചിൽ താലൂക്കിൽ സംഘടനാ പ്രവർത്തനം നടത്തിയ ആളാണ് ഞാൻ. അന്ന് എന്നെ പോലീസ് പിടിക്കുന്നു, ഞാൻ പേടിച്ചു പോയി. സർവ്വ ചാനലും ഇതാണ്. മീനച്ചിൽ യൂണിയൻ സെക്രട്ടറിയുടെ, SNDP യൂണിയൻ സെക്രട്ടറിയുടെ സർക്കുലർ വിവാദം ഇങ്ങനെ അടിപ്പോയി. എനിക്കൊരു പേടി. ഞാൻ നടേശ് സാറിനെ വിളിച്ച്, ജനറൽ സെക്രട്ടറി ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. എനിക്കൊന്നും അറിയത്തില്ല, നീ നിൻ്റെ കാര്യം നോക്കിക്കോണം. അപ്പോഴേ കാലം കഴിഞ്ഞു. അപ്പോഴേ ഉള്ളൂ. ഒരു കാരണവശാലും വെള്ളാപ്പള്ളി സാറ് ഒരു മനുഷ്യനെ സംരക്ഷിക്കത്തില്ല. അങ്ങനെ സംരക്ഷിച്ചിരുന്നെങ്കിൽ നിഴൽ പോലെ ഒന്നും മഹേഷിന് കെട്ടിത്തൂങ്ങി മരിക്കേണ്ട ഗതികേട് വരുമായിരുന്നു. പറ സഹോദര, ഇത് കേരളത്തിൽ ഈഴവ സമുദായമാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. ഇത് റിയാലിറ്റി അല്ലേ ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു സമുദായത്തിലുള്ള ഒരു അതിൻ്റെ കാര്യദർശി ഹെഡ്ക്വാർട്ടറിൽ കെട്ടിത്തൂങ്ങി മരിക്കുക, എന്തൊരു അധപ്പതനമാണത്. പിന്നെ വെള്ളാപ്പള്ളി സാറിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ആരെങ്കിലും തയ്യാറായോ? അതെ, പണത്തിന് മീതെ പരുതും പറക്കുക. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയിലേക്ക് ആളുകൾ വരുമ്പോൾ ഇതെല്ലാം വെളിയിലേക്ക് വരുമോ? തീർച്ചയായിട്ടും. അതായത് സുതാര്യമായ, ഇത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വിജയമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, സത്യധർമ്മത്തിൻ്റെ വിജയമാണിത്. ഇനി ഞാൻ പറഞ്ഞില്ല, ഒരാൾക്ക് അധിക നാൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പലനാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടും. ശരിയാണോ? അതെ. എന്താണ് സദാം ഹുസൈൻ്റെയും അല്ലെങ്കിൽ മുസോളിനി, ഹിറ്റ്ലർ, സീസർ, ലോക ചരിത്രത്തിൽ ഈദി അമീൻ, ഇപ്പം തന്നെ ഇറാനിലെ ഒരു ഭരണാധികാരിയുടെ ഇസ്രായേൽ കൊന്നു എന്നൊക്കെ പറഞ്ഞ് വിവാദമുണ്ടല്ലോ. ഇങ്ങനെയുള്ളവരൊക്കെ പരിശുദ്ധരിലും ഏകാധിപതികളാണ്. ഇവരുടെ അന്ത്യം വളരെ മോശമായിരിക്കും. ഇവരെ പോലെ തന്നെയാണോ വെള്ളാപ്പള്ളി നടേശൻ? തീർച്ചയായിട്ടും. ഈദി അമീൻ്റെ അവസ്ഥ വരും. വെള്ളാപ്പള്ളിയും കുടുംബവും കേരളത്തിൽ താമസിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ? അല്ലെ എഴുതി വെച്ചു. ഇത് ഗുരുവാണ് സത്യം. ഇതിവിടെ സംഭവിക്കും. ഈ കേരള സംസ്ഥാനത്ത് ഇത് ഗുരു ജനിച്ച മണ്ണാണ്. ഗുരുവിൻ്റെ പാദപത്മങ്ങൾ ചവിട്ടി അനുഗ്രഹിച്ച മണ്ണാണ് കേരളം. ഈ കേരളത്തിൻ്റെ മഹത്വം ഗുരുവിൻ്റെ ജനനമാണ്. കേരളത്തെ ഈ രീതിയിലേക്ക് ആക്കിയത് ഗുരുവാണ്. അതിന് ഒരുപാട് മഹാരഥന്മാരുണ്ട്. മഹാത്മാ അയ്യങ്കാളിയുണ്ട്, പണ്ഡിറ്റ് കറുപ്പനുണ്ട്, വണ്ടത്ത് പത്മനാഭനുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ പ്രഥമസ്ഥാനം ആർക്കുള്ളതാണ്? കേരളത്തെ നവോത്ഥാന കേരളമാക്കിയതിൽ, കേരളത്തെ സംസ്കരിച്ചതിൽ, സംസ്കാരം ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ പ്രഥമഗണനീയൻ മഹാഗുരുവാണ്. ആണോ? അതെ. ഗുരുവിനപ്പുറത്തൊന്നുമില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വിശ്വസ്നേഹത്തിൻ്റെ വിലമതിക്കാനാവാത്ത മുദ്രാവാക്യം ഈ മാനവരാശിക്ക്, കേരളത്തിലെ മാനവരെയല്ല, ലോകത്താകമാനമുള്ള മാനവരാശിക്ക് സമ്മാനിച്ച വിശ്വഗുരുവിനെയാണ് ഒരു കുഞ്ഞു തൊഴുത്തിക്കൊണ്ടേ കെട്ടാൻ വെള്ളാപ്പള്ളി സാർ ശ്രമിച്ചത്. അത് ഗുരു സഹിക്കില്ല. ഏഷ്യയിലാദ്യത്തെ സർവമത സമ്മേളനം നടത്തിയ മഹാഗുരുവാണ്. പലമതസാരവും ഏകമെന്നോതി ഗുരു. പലമതസാരവും ഏകം ഒന്നാണ്.
ക്രിസ്ത്യാനിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ മാമോദീസ മുങ്ങണം, പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം, വേണ്ടേ? വേണം. കുർബാന കൈക്കൊള്ള നടത്തണം, വേണോ? വേണം. ഇസ്ലാമിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ 5 നേരം നിസ്കരിക്കണം, സുന്നത്ത് കല്യാണം നടത്തണം, ആണുങ്ങളാണെങ്കിൽ ഖുർആൻ പാരായണം നടത്തണോ? മദ്രസയിൽ പോകണോ? നിസ്കരിക്കാത്ത മുസൽമാൻ സ്വർഗത്തിൽ പോവോ? പറ. ഇല്ല, പോകത്തില്ല. ഹിന്ദു സ്വർഗത്തിൽ പോകണമെങ്കിലോ, അവന് മോക്ഷം കിട്ടണമെങ്കിലോ ഹിന്ദുമതം അനുശാസിക്കുന്നത് പോലെ ജീവിക്കണം. എന്നാൽ ഗുരുവെന്താ ഈ ജനത്തോട് പറഞ്ഞത്? ഹേ മനുഷ്യ, നീ നന്നാവൂ, നിനക്ക് സ്വർഗത്തിൽ പോകാം. മതമല്ല പ്രശ്നം, മനുഷ്യൻ നന്നാകണം. എന്തൊരു സന്ദേശമാണിത്! ആ മഹാഗുരുവിനെയാണ് നടേശൻ സാർ ഈ പരുവത്തിലാക്കി തന്നത്. പക്ഷെ ഇതൊരു വലിയ ഫിലോസഫിയാണ് ഗുരു. അതെ, ആ ഫിലോസഫിയാണ് അദ്ദേഹം തൊട്ട് കളിച്ചത്. എന്താണെങ്കിലും ഗുരു വടിയെടുത്തു. ഗുരുവിൻ്റെ കയ്യിൽ വല്ല ആയുധങ്ങളും ഉണ്ട്. ഞാൻ ചിലപ്പോൾ പ്രസംഗിക്കാറുണ്ട്, എല്ലാ ഹിന്ദു ദൈവങ്ങളുടെ കയ്യിൽ ഒരു ആയുധം കാണും. ഇപ്പം മഹാദേവൻ്റെ കയ്യിൽ ഒരു ശൂലം കാണും, സുബ്രഹ്മണ്യൻ്റെ കയ്യിൽ ഒരു വേലുണ്ട്, ഭദ്രകാളിയുടെ കയ്യിൽ ഒരു കുടുവാളുണ്ട്, ഉണ്ടാ. എല്ലാ ദൈവങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനമുണ്ട്. ഇപ്പം ഹനുമാൻ്റെ ഗദയുണ്ട്, ആണോ? ശ്രീരാമൻ്റെ കയ്യിൽ അമ്പും വില്ലും ഉണ്ട്. പക്ഷേ ദക്ഷിണകാശിയാം വർക്കലയിൽ ദക്ഷിണയില്ലാതൊരു ദേവൻ ഇതിന് കയ്യും കെട്ടിയിരിപ്പുണ്ട്. അത് എന്താ അവിടെ ഉള്ളത്? അൻപാർന്നവരുണ്ടോ ഇതുപോലെ? അൻപാണ്, കാരുണ്യം മാത്രം നൽകുന്ന ഒരാളാണ് മഹാഗുരു. ആ ഗുരുവിനെയാണ് നടേശൻ സാർ 30 വർഷം കൊണ്ട് ഈ പരുവത്തിലാക്കി തന്നത്. ഇത് ഗുരുശാപമാണ്. ഗുരുവിനെ വിറ്റതിനുള്ള ശിക്ഷയാണ്. തീർച്ചയായിട്ടും. ഗുരുദേവൻ, ഞാൻ പറഞ്ഞല്ലോ, ഗുരുവിന് പഞ്ചലോഹ വിഗ്രഹവും ക്ഷേത്രവും എടുത്തൊരു ശാഖാപ്രസിദ്ധമാണ്. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ. മനസ്സിലായി. ഞാൻ ഗുരുദേവൻ സാക്ഷാൽ ഗുരു നേരിട്ട് എഴുന്നള്ളി വേൽ പ്രതിഷ്ഠിച്ച എടപ്പാടി ആനന്ദലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് നെടുനായത്വം വഹിച്ച ആളാണ് ഞാൻ. എൻ്റെ ചുറ്റമ്പലമൊക്കെ ഇപ്പോൾ ഇത് കാണണം. നെടുനായത്വം വഹിച്ച ആളാണ് ഞാൻ. എൻ്റെ മീനച്ചിൽ SNDPUവിൻ്റെ അതിർത്തിയിൽ ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് എല്ലാ ശാഖകളിലും ക്ഷേത്രവും സംവിധാനങ്ങളും ഓഡിറ്റോറിയങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നതിന് എൻ്റെ നാവും എൻ്റെ ചിന്തയും ഒക്കെ ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട്. അല്ലെ, എൻ്റെ സമുദായങ്ങൾ പറയട്ടെ, ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ പറയട്ടെ, ഞങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ ഇദ്ദേഹം എൻ്റെ കാലത്തുണ്ടായതാണ്. ഞാൻ കുടുംബയോഗം തുടങ്ങി, ഞാൻ അവതരിപ്പിച്ച പ്രമേയമാണ് 97. കാരണം എൻ്റെ സ്വന്തം ശാഖയിൽ ഞാൻ നടപ്പിലാക്കിയ അതിൻ്റെ ഗുണം, എനിക്ക് 1200 ചിലവാൻ വീടുണ്ട് മാതാന ശാഖയിൽ. അപ്പോൾ എനിക്കിത് ഒന്നിച്ചു കൊണ്ട് വിഷു പറയെടുപ്പോൾ വലിയ പാടായപ്പോൾ ഐ ഡിസൈഡഡ് ടു ഡു സച്ച് ആൻഡ് സച്ച് വേ. അങ്ങനെ ബൈഫർക്കേറ്റ് ചെയ്തു പല 50 വീടുകളൊക്കെ ആയിട്ട്. അവിടെ കൺവീനറും ചെയർമാനെയൊക്കെ ഉണ്ടാക്കി, അവിടെ മീറ്റിങ്ങുകൾ വെക്കാൻ തുടങ്ങി. അവിടെ പ്രായമുള്ള അമ്മച്ചിമാരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുക, അവരുടെ കഥ പറയിപ്പിക്കുക, അവർക്കെല്ലാം അവസരങ്ങൾ കൊടുത്ത് അങ്ങനെ ഇതൊരു സംഭവമായി. അപ്പോൾ എനിക്ക് ആ വിഷു പറയെടുപ്പിന് 10 ദിവസം ചിലവിൽ അവർ ചെയ്തോളൂ, ശാഖായോഗത്തിന് ചിലവില്ല. അങ്ങനെ ഇത് അനുഭവിച്ചപ്പോൾ ഞങ്ങൾ കമ്മിറ്റി കൂടി ഇതൊരു തീരുമാനമെടുത്ത് ലെറ്റർ പാഡിൽ എഴുതി യോഗത്തിലേക്ക് അയച്ചു കൊടുത്തു. ഞാൻ അവതാരകൻ, എൻ്റെ സെക്രട്ടറി ആയിരുന്ന KD ശശികുമാർ അനുവാദകൻ. അവിടെ ചെന്നപ്പോൾ വെള്ളാപ്പള്ളി ബുദ്ധിമാനാണല്ലോ, പുള്ളിക്ക് അന്തരിതം, പുള്ളി കച്ചവടക്കാരനാണല്ലോ. പുള്ളി എന്നെ കണ്ട, കൊച്ചു വക്കീലിൻ്റെ പ്രമേയം ഔദ്യോഗികമായിട്ട് SNDP എടുത്തുന്നു. എന്നിട്ട് എന്നൊക്കെ മാത്രം അവസരം തന്നു അവിടെ പ്രസംഗിക്കാൻ. ഞാനാണ് ഇത് അവതരിപ്പിക്കുന്നത്. പ്ലാനിങ് ഫ്രം ദ ഗ്രാസ് റൂട്ട്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് വേണം സമുദായത്തിനും സംഘടനയ്ക്ക് എന്തിനും. ബേസ്മെൻറ്റ് ഇല്ലാതെ കൊണ്ട് മുകളിലേക്ക് കെട്ടിടം പണിയാൻ പറ്റത്തില്ല. സോ ഐ എക്സ്പ്ലെയിൻഡ് ഓൾ ദീസ് തിങ്സ് അന്ന്. അതാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കി ഇത് പ്രാവർത്തികമാക്കിയത്. ഇന്ന് വെള്ളാപ്പള്ളി അംഗീകരിക്കുമോ? ഞാൻ അയച്ചു കൊടുത്ത പ്രമേയമാണ്. ഇത് വേറെ ആരുടെയും പറയുന്നതല്ല. അതുപോലെ ചെയ്ത ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് കോൺട്രിബ്യൂഷൻസ് ഉള്ളവരാണ്. ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരാണ്. ഞങ്ങളാരും ചുമ്മാ നടന്നവരൊന്നുമല്ല. പക്ഷേ ഇദ്ദേഹം ഈ 30 വർഷം കൊണ്ട് എന്ത് സംഭാവന അദ്ദേഹം ആത്മപരിശോധന നടത്തുന്നു. എന്താണെങ്കിലും ഗുരുദേവൻ മുകളിലിരുന്ന് ഇതെല്ലാം തീർച്ചയായിട്ടും. ഞാൻ ഗുരുദേവൻ വടിയെടുത്തതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ പീഡനങ്ങൾ കൊണ്ട് ദുഃഖിക്കപ്പെടും. ഞാൻ എന്നും ജപിക്കുന്നയാളെ രാവിലെ ഗുരുവിൻ്റെ ചിത്രത്തിന് മുമ്പിൽ 1 മണിക്കൂർ നേരെ ഇരുന്ന് പുഷ്പാർച്ചന നടത്തി ജപിക്കുന്ന ആളല്ല, ചുമ്മാ വരുന്ന ആളല്ല. മനസ്സിലായി. ഗുരുഷട്കവും ദൈവദശകവും ചൊല്ലാത്ത ഒറ്റ ദിവസം എൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ ജീവിക്കാനാണ് മരണം. എനിക്ക് ഒരു സ്ഥാനമാനങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇനി ഇതിനകത്ത് എനിക്ക് എപ്പോഴും ഇപ്പോൾ ഒതുങ്ങുന്ന രീതിയിലേക്ക് മാറി തുടങ്ങി. ഞാൻ തീവ്രമായി നടന്നൊരാളാണ്. പക്ഷേ എനിക്ക് അത്ര തിരക്കാണ് എൻ്റെ ഓഫീസിൽ. എന്താണെങ്കിലും ഇത്രയും തിരക്കിനിടയിൽ നേശവശമായിട്ട് വന്ന അങ്ങേക്ക് ഒരുപാട് നന്ദി. വലിയ നന്ദി. നിങ്ങളുടെ ഈ ചാനലിലൂടെ ഈ സത്യം ഇനിയെങ്കിലും പുറത്തു. എനിക്ക് ഒറ്റ കാര്യം കൂടെ പറയാനുണ്ട്, സമുദായങ്ങളോട് പറയാനുണ്ട്. SNDP യോഗത്തിൻ്റെ അംഗങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ സത്യം തിരിച്ചറിയണം. നമ്മൾ കാണിക്കുന്ന മഠയത്തരമാണ്. ഈ അക്ഷയപാത്രത്തിനകത്ത്, അക്ഷയപാത്രം എന്ന് പറഞ്ഞാൽ ദൈവിക സൃഷ്ടിയാണെന്ന് പറഞ്ഞത്, അതിനകത്തേക്ക് വന്ന ഒരു അഴുക്ക് അല്ല ചീഞ്ഞളിഞ്ഞ ഒരു പല്ലിയോ പുഴുവോ ഒന്ന് വീണാൽ അതിനകത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഭക്ഷണം പാത്രം കഴുകി വൃത്തിയാക്കണം. ഇപ്പോൾ SNDP യോഗം എന്ന അക്ഷയപാത്രത്തെ കഴുകി വൃത്തിയാക്കുവാനുള്ളൊരു സമയം ഗുരുദേവനായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. ഗുരുസ്വാമിയുടെ ആ
നിശ്ചയം. SNDP യോഗത്തിൽ ആരെന്ത് എങ്ങനെ ചെയ്യണം നിശ്ചയിക്കുന്ന ഗുരുവാണ്. അവിടെ മറ്റാർക്കും ഇത് നടേശൻ്റെ ഒരു കാലഘട്ടം ഇത്രമാത്രം ജനങ്ങളെ പീഡിപ്പിച്ചും കട്ടെടുത്തും ഒരു കാലം, ഇനിയൊരു പുതിയ യുഗം പിറക്കും. ശ്രീ ഗോകുലം ഗോപാലിനെ പോലെ സമുദായ സ്നേഹികളായിട്ടുള്ള എത്രയോ ആളുകൾ ഈ കേരളത്തിലുണ്ട്. അവർ വന്നത് നയിക്കട്ടെ. ഗോകുലം ഗോപാലൻ സാറിൻ്റെ മോശക്കാരനാണോ? അദ്ദേഹത്തിൻ്റെ എത്രയോ ഇരട്ടി സ്വത്തുക്കളും എന്തെല്ലാം വിഷൻസുള്ള ആളാണ്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ എത്രയോ സ്ഥാപനങ്ങൾ, എത്രയായിരം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞിറുമ്പല്ലേ നടേശൻ സാറ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് ഇനി അവസരം ഉണ്ടാവട്ടെ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ? അത് എത്ര പേരുണ്ട് SNDP യോഗത്തിൽ, എത്രയോ മഹാന്മാരുണ്ട്, എത്ര പേര്. ഞാനിപ്പോൾ ഗോപാലേട്ടൻ്റെ പേര് മാത്രം പറഞ്ഞു, കാരണം അദ്ദേഹത്തിനാണല്ലോ ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ എൻ്റെ അഭിപ്രായത്തിൽ ശ്രീ ഗോകുലം ഗോപാലനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാവട്ടെ കേരളത്തിൽ. യോഗം ശുദ്ധീകരിക്കപ്പെടട്ടെ, ധർമ്മം സംരക്ഷിക്കപ്പെടട്ടെ, നീതി നടപ്പിലാകട്ടെ, ഗുരുധർമ്മത്തെ കാത്തു സൂക്ഷിക്കട്ടെ. ഗുരുധർമ്മം കളങ്കപ്പെടുത്താനുള്ളതല്ല, കളങ്കപ്പെടുത്തി ഇപ്പം അപ്പൻ, മകൻ്റെ ഭാര്യ, സ്വന്തം ഭാര്യ, കുടുംബമാണ് ഇതെല്ലാം കൊണ്ടു നടക്കുന്നത്. ഏത് സംഘടനയിൽ നടക്കും പറ? ഒരു സംഘടന കുമാരനാശാൻ ഭാര്യയും മക്കളെയും കൊണ്ടുവന്നിട്ടില്ല, ഡോക്ടർ പൽബ് ഭാര്യയും മക്കളെ കൊണ്ടുവന്നിട്ടില്ല, TK മാധവൻ കൊണ്ടുവന്നിട്ടില്ല, സഹോദരനെയും ഭാര്യയും മക്കളെ കൊണ്ടുവന്നിട്ടില്ല, അങ്ങനെ MK രാഘവൻ കൊണ്ടുവന്നിട്ടില്ല, ഡോക്ടർ രാഹുൽ സാർ കൊണ്ടുവന്നിട്ടില്ല, KK വിശ്വനാഥൻ സാർ കൊണ്ടുവന്നിട്ടില്ല, K ഗോപനാഥൻ സാർ കൊണ്ടുവന്നിട്ടില്ല, SNDP യോഗത്തിൻ്റെ ഒരു സാരഥികൾ പ്രൊഫസർ PS വേലായുധം കൊണ്ടുവന്നിട്ടില്ല. ആരെങ്കിലും മക്കളെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇത് ഇദ്ദേഹം മാത്രം എന്താ ഇങ്ങനെ ചെയ്യുന്നേ? സങ്കടം കൊണ്ട് ചോദിച്ചോട്ടെ. അപ്പോൾ അദ്ദേഹം നടേശൻ സാറിന് എനിക്ക് വ്യക്തിപരമായി ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഒരു വിദ്വേഷമില്ല. അത് അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി പഠിക്കണം. പക്ഷെ അത് മൊത്തം പഠിക്കാൻ നമുക്ക് അറിയത്തില്ല, അത്രയും കാര്യങ്ങളൊന്നും. അതിനുള്ള കഴിവൊന്നുമില്ല. എന്തായാലും ഒരിക്കലും കൂടി നമസ്കാരം.